സ്വരമധുരത്തിന് കൂട്ടായി നമ്മുടെ സ്വന്തം ജഡ്ജസ്. വെൽക്കം MG അങ്കിൾ, ശരത് അങ്കിൾ ആൻഡ് മൃദു ചേച്ചി. സ്വരവിരുന്നിലേക്ക് പാട്ട് ചന്തവുമായി മഹിക്കുട്ടനെത്തുന്നു. വെൽക്കം മഹിപാൽ. Hello. How are you? I am fine. Why? I am fine because I am fine. Okay, thank you. ഇപ്പോഴാണ് ഒരു ക്ലാരിറ്റി. കൃത്യമായിട്ട് ഉത്തരവാണ്. കൃത്യം ഉത്തരവാണ്. ഇതുപോലൊരു ഉത്തരം ഞാൻ കേട്ടിട്ടില്ല. You look very elegant. നല്ല പാല് പോലെ ഇരിക്കുന്നു കണ്ടിട്ട്. Thank you, sir. മഹിപാല് പോലെ. മകളെ ഏതാ പാടുന്നത്? കസ്തൂരി മണക്കുന്നല്ല. വാ 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 വാ. ഇപ്പൊ എന്തോ മണക്കുന്ന അവിടെ? കസ്തൂരി. അവർക്ക് ചാൻസ് ഇല്ലല്ലോ മക്കളെ. അടുത്ത മീനൂട്ടിയാ. നല്ല ഏസിന്റെ മണമുണ്ട്. നല്ല ഏസിന്റെ മണമുണ്ട്. ഏസിക്ക് മണമുണ്ട്. All the best. All the best. Thank you. All the best. Thank you.
പാൽമോൻ, എന്തോ സാർ? സെലക്ഷൻ ഈസ് എക്സലന്റ്. താങ്ക് യു സാർ. പിക്നിക് എന്ന സിനിമ ആ ഞാനൊരു 5 പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുണ്ട്. അർജുന മാഷ്, ആ തമ്പിച്ചേട്ടന്, ദാസേട്ടൻ. ഈ പാട്ടൊരു എന്താണ് പറയുന്നത്, ആ സ്ക്രീനിൽ വരുമ്പോൾ ആ നസീർ സാറും ലക്ഷ്മിയാണ് ആ അന്നത്തെ ജോഡികൾ. ആ ഒരുപക്ഷെ ഇപ്പോഴുള്ള യൂണിറ്റിയെ പോലുള്ള പുതിയ ജനറേഷനിലെ ന്യൂ ജനിലുള്ള ആൾക്കാർക്ക് പിക്നിക് കണ്ടാൽ ഒരു പക്ഷേ ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ പ്രണയത്തിന്റെ തീവ്രത 1975 തെളിയിച്ചൊരു ചിത്രമാണ് പിക്നിക്. ആ അത് നമുക്കത്ര വിഷമം വരും. ആ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കണ്ണ് നിറഞ്ഞു പോകും. അത്രയ്ക്കുള്ളൊരു ബ്യൂട്ടിഫുൾ സിറ്റുവേഷൻസ്. മോനിന്ന് നന്നായിട്ട് പാടിയിട്ടുണ്ട്, നല്ല അറ്റംപ്റ്റ് ആണ്. താങ്ക് യു സാർ. കുറച്ച് സ്ഥലങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ കവിളിണ തഴുകിയോ നീ, അതിന്റെ സംഗതി എങ്ങനെയാ പാടുന്നത്? കവിളിണ തഴുകി, കവിളിണ തഴുകിയോ നീ, കവിളിണ തഴുകിയോ നീ, വെള്ളിമണി കീലുങ്ങുന്നല്ലോ തുള്ളിത്തുള്ളി. അതാണ് എൻ്റെ ഒരു ഫീൽ ആ പാട്ടിന്. ആ പാടിക്കും. വെള്ളിമണിക്കിലുങ്ങുന്നല്ലോ തുള്ളി തുള്ളി, വെള്ളിമണി കീലുങ്ങുന്നല്ലോ തുള്ളിത്തുള്ളി നീ വരുമ്പോൾ. അവിടെ ശ്രുതി കൃത്യമായിട്ട് ചേരണം. ആ അതൊക്കെ ഓക്കെ എന്ന് പറയാം. ശരണം വന്നപ്പോ ഉണ്ടല്ലോ, നല്ലോമൽ നല്ലോമൽ, അങ്ങനെ എടുക്ക. നല്ലോമൽ 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 കണ്ണുകളിൽ, നല്ലോമൽ കണ്ണുകളിൽ നക്ഷത്രപ്പൂവിരിയും നാണത്താൽ 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 നനഞ്ഞ കവിൾ താരുകളിൽ സന്ധ്യ പൂക്കും. അവിടെ കട്ട് ചെയ്തത് നേരത്തെ അവിടെ കട്ട് ചെയ്തിട്ടാ പാടി. അങ്ങനെ ചില്ലറ മുന്തിരിത്തേൻ അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. സാധാരണ ഒരു പാട്ട് ആസ്വദിക്കുന്ന മനുഷ്യന് തീർച്ചയായിട്ടും മോൻ പാടി ഇഷ്ടപ്പെടും 100%. പക്ഷെ നമ്മൾ ഇതിന്റെ ഓരോ നുക്ക് ആൻഡ് കോർണർ ഇതിന്റെ ക്ലാരിഫിക്കേഷൻസ് വരുമ്പോൾ മാത്രം ഞാൻ എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. പാൽകുഞ്ഞേ, എന്തോ സാർ? നല്ല പാട്ട് മോൻ നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ഈ രണ്ടാമത്തെ ഓഹോ എനിക്ക് അത്ര അങ്ങോട്ട് ബോധിച്ചില്ല കേട്ടോ. അതൊക്കെ ശരിയായിക്കോണം. കൃത്യമായിട്ട് എടുക്കുമ്പോൾ അതിനൊരു സുഖമുണ്ട് മോനെ. കാര്യം ഈ ഒരു പ്രായത്തിൽ നിങ്ങൾ തെറ്റിക്കരുത്. നമുക്ക് പ്രായം ആയി കഴിയുമ്പോൾ നമുക്കൊക്കെ ചിലപ്പോൾ കൈവിട്ടു പോകും. നമ്മൾ വിചാരിക്കുന്നതൊന്നും പറ്റത്തില്ല. ഈ പ്രായത്തിൽ തീപ്പന്തം എന്താണ്? തീപ്പന്തം. തീപ്പന്തമായിരിക്കണം കേട്ടോ. അപ്പൊ മോനെ ഇപ്പം MG അങ്കിൾ പാടിച്ചില്ലേ ആ ഒരു ഏരിയ, അതുപോലെ തന്നെ കാമുകന്റെ കഥ പറഞ്ഞു. അത് തന്നെയാണ് സംഗതി. കാമുകന്റെ ഓവറാക്കണ്ട, മതി. കാമുകന്റെ കാമുകന്റെ കഥ പറഞ്ഞു. ഗുഡ് ചരണം തുടക്കം. അതിന് ആ ഒരു ഗ്ലൈഡിനാണ് ആ സുഖമുള്ള മക്കളെ. അത് നമുക്കൊരു സന്തോഷമാണ്. അതൊരു കമ്പോസർ ചെയ്തു വെച്ചപ്പോൾ അത് മോനെ അത് സമയത്ത് പാടാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ. നിനക്ക് സംഭവമൊക്കെ അറിയാം. പിന്നെ മുന്തിരി തേൻ അതങ്ങ് സ്ലിപ്പായി പോയി. ഒന്ന് പാടാമോ അത്? കൊള്ളാം. മറ്റേത് കൈവിട്ടുപോയി. കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിക്കോളൂ കേട്ടോ. അല്ല വേറൊന്നും ഇല്ല. മനോഹരമായിട്ട് പാടി. ഇപ്പൊ എന്തോ ഒരു കുറവുണ്ടായിരുന്നില്ല ഇന്ന് പാടിയത്. ഞാനിങ്ങനെ ആലോചിക്കും എന്തേ അത്. എവിടെ താനെവിടെ? അത് കളഞ്ഞു ഞാൻ. എടാ ഒരു വാക്ക് പറയണ്ടേ ഞങ്ങളുടെ അടുത്ത്? നിങ്ങൾ പോയി പെറുക്കി എടുത്തേനെ. ഞങ്ങളെ എടുത്ത് കക്ഷത്തി വെച്ചാന്. അണ്ണാച്ചി, ഈ ഫ്ലോറിന്റെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ മാത്രം വരുന്ന ഒരു പ്രത്യേക തരം സാധനമാണ് ഈ ഗ്ലൂം. എന്തൊക്കെയാലും അത് ഗ്ലൂമൊക്കെ കളഞ്ഞേക്കാം. അതിന്റെ ആവശ്യം നന്നായിട്ട് തന്നെ പാടി കേട്ടോ. വേണമെങ്കിൽ ഒരു കാര്യം, ഈ ഉടുപ്പിട്ടോ എൻ്റെ മേളിൽ വേറെ ഉടുപ്പിട്ടാൽ മതി പിന്നെ വരുമ്പോ. ചില ഉടുപ്പിനുമൊക്കെ ഭാഗ്യമുണ്ട്. പിന്നെ അല്ല അണ്ണാച്ചി, വേറൊരു സംഭവം ഉണ്ട്. പെട്ടെന്ന് ഞാൻ ഓർത്താണ്. ഞാൻ മദ്രാസിൽ നിന്ന്, കട ഓർമ്മയില്ല, അവിടെ നിന്ന് ഒരു ബ്ലാക്ക് ഷർട്ടിൽ ഒരു കുത്തുള്ള ഒരു ചുമന്ന കുത്ത് ഒരു നീല കുത്തുള്ള ഒരു ഷർട്ട് വാങ്ങിച്ചു. ഏകദേശം ഞാനൊരു 50 ഗാനമേള കിട്ടുകയാണ്. കാരണം ആദ്യമായിട്ട് ആ ഷർട്ട് ഇട്ടുകൊണ്ട് പാടിയ ഗാനമേള സൂപ്പർ ഹിറ്റായി. പിന്നെ ആ ഷർട്ട് ഇട്ടുകൊണ്ട് പാടുന്ന എല്ലാ പ്രോഗ്രാം ഹിറ്റാ. അപ്പൊ എനിക്ക് വേറൊരു ഷർട്ട് എടുത്തിട്ടിട്ട് വേണ്ട ഇത്. അതുപോലെ തന്നെ ഈ ഒരു അന്ധവിശ്വാസത്തിന്റെ കാര്യം പറയുമ്പോൾ മണിശർമ്മ എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട്. അപ്പൊ അദ്ദേഹം ചെയ്യുന്ന പടത്തിൽ ആര് ചത്തുപോയാലും ഞാനാണ് പാടുന്നത്. അപ്പൊ ഒരു വട്ടം പാടിയപ്പോൾ അത് ഭയങ്കര ഹിറ്റ്.
അവസാനം ഇദ്ദേഹം ആരെങ്കിലും ഒരാൾ ചത്തിരുന്നെങ്കിൽ അവനെ വിളിച്ച് പാടിക്കായിരുന്നു എന്നുള്ളത്. അവസാനം ഞാൻ പാടിപ്പാടി ഒരു പാടം പൊളിഞ്ഞു തരിപ്പണമായി. അതോടെ ആ ഒരു പിന്നെ വിളിച്ചിട്ടുണ്ട്. കാരണം വീട്ടിന് അപ്പുറത്തുള്ള കുറെ ആൾക്കാരുടെ ഈ ഗ്രാമത്തിലുള്ള ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അണ്ണാച്ചി വിളിക്കാം. അണ്ണാച്ചി പാൽക്കുട്ട, ഈ അന്ധവിശ്വാസങ്ങളെ പറ്റി പറഞ്ഞല്ലോ, അപ്പൊ അതുപോലെ എനിക്കും ഉണ്ട് പല കഥകളും. അന്ന് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ എല്ലാത്തിലും പോയി പങ്കെടുക്കുമായിരുന്നു. എൻ്റെ അമ്മയ്ക്കൊരു സാരി ഉണ്ട്, ഒരു ക്രീം കളറിൽ ഒരു ബ്രൗൺ ഇങ്ങനെ പുള്ളിയൊക്കെ ഉള്ളൊരു സാരിയാ. അത് ഇട്ടിട്ട് അമ്മ ഫ്രണ്ടിലിരിക്കണം. അങ്ങനെ പാടിയ അമ്മേനെ കണ്ടുകൊണ്ട് പാടിയ സമ്മാനം ഉറപ്പാണ്. പിന്നെ അമ്മയ്ക്ക് ഈ സാരിന്ന് ഒരു മോചനമേ ഇല്ലാതായി. എല്ലാ പ്രാവശ്യം ഈ സാരി ഇട്ടോണ്ട് വരണം. പക്ഷെ അമ്മയ്ക്ക് പിന്നെ സങ്കടമായി, വേറൊരു സാരി യൂസ് ചെയ്യാൻ പറ്റാതായല്ലോ. എല്ലാത്തിനും ഈ സാരി ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ഓർമ്മ വന്നു. വേറെന്താന്നറിയാം, ഉത്സവത്തിനൊക്കെ പോകുമ്പോ ആനപ്പിണ്ടമില്ലേ, അതിന് നമ്മൾ അറിയാതെ ചവിട്ടിയാ മുടി വളരുന്നു. പണ്ടെങ്ങാനും ഞാൻ പറഞ്ഞു കേട്ടു, ഇതിന് ഞാൻ അറിഞ്ഞോണ്ട് ചവിട്ടിയിട്ടുണ്ടോ? ഞാൻ ആദ്യം വന്നപ്പോ ഞാൻ ചോദിച്ചില്ലേ, ഞാൻ ചോദിച്ചില്ലേ എന്തെങ്കിലും മണം ഉണ്ടോന്ന്. ഇതാണ് ഞാൻ പറഞ്ഞ ആനപ്പിണ്ടത്തിന്റെ മണമുണ്ടെന്ന് പറഞ്ഞില്ല. കറക്റ്റ് ആയിരുന്നു. ഇതുവഴി പോകുമ്പോ ഈ ആന പോയതുപോലെ ഒരു ഗന്ധം. ഇപ്പോഴൊന്നും അല്ല, കുഞ്ഞിലെയാന്ന്. മീനൂട്ടി അല്ലാതെ ഇതൊക്കെ പറയും അവരോട്. ആവേശത്തിന്റെ പുറത്ത്. അപ്പൊ പാൽക്കുട്ടൻ സത്യം പറഞ്ഞ പാടി തീരുന്നവരെ ഈശ്വരാ ഗ്ലും വരല്ലേ, ഇറക്കി പോലെ എന്നിങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കായിരുന്നു. ഭാഗ്യം കൊണ്ട് ഇന്നും വന്നില്ല. എനിക്കിതുകൊണ്ട് കഴിഞ്ഞൊരു പാട്ടിനും വന്നേ ഇല്ല അല്ലെ. അപ്പൊ അതായത് ഇത് പോയി, ഇനി അത് വരില്ല അങ്ങനെ മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, എല്ലാവരും പറഞ്ഞ മാതിരി നല്ലൊരു പാട്ട്, സുഖമുള്ളൊരു പാട്ടാണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അവിടെ കുറച്ച് പിച്ചിങ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിങ്ങനെ ഒരു അൺസ്റ്റഡി ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു പിച്ചിങ്. പക്ഷേ പല ഭാഗങ്ങളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ഭാവത്തോടു കൂടെ പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ നല്ലോമൽ കണ്ണുകളിൽ നക്ഷത്ര കുറച്ച് ലേറ്റായിട്ടാണ് തുടങ്ങിയ നക്ഷത്രം. അപ്പം കറക്റ്റ് സ്ഥലത്ത് തുടങ്ങണം എന്നാലേ ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഒന്ന് ലേറ്റായി പോയാൽ ആ ഒരു ബ്യൂട്ടി പോവും. ഈ പറഞ്ഞ മാതിരി ഈ ഗ്ലും ഒഴിവായത് ഭയങ്കര സന്തോഷമുണ്ട്. വരാതിരിക്കാൻ മൃദുല ഒരു 2000 രൂപ തരും. അത് ഞാൻ ആ പണി നിർത്തി. എല്ലായ്പ്പോഴും ഇവരൊന്നും കൊടുക്കൂല അല്ലേ മീനൂട്ടി? അത് ശരിയാണോ? അടുത്ത 100 മേടിക്കുന്ന ആൾക്ക് MG സാർ 5000 രൂപ കൊടുക്കാന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ടേ. ഉറപ്പാണത്. കിട്ടിയത് തന്നെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് പാൽക്കുട്ട. താങ്ക് യു ചേച്ചി. അല്ല മൃദുല എന്തോ ഒരു കോമഡി പറഞ്ഞല്ലോ. സീരിയസ് ആയിരുന്നു. അതൊക്കെ ഇവിടെ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. കോമഡി ഒന്നുമല്ല, വളരെ സീരിയസ്. അല്ല, അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാൻ ഞാൻ ശ്രീഹരിയെ വിളിക്കണോ? വേണ്ട, മെച്ചോടായിട്ടിരിക്കുക. പല്ല് മരിച്ചതിന്റെ ദുഃഖത്തിലാണ്. പാൽമോനെ, എന്തോ സോ വി ആർ ഗിവിംഗ് യു 98 out of 100. ആടി ഒരു പാൽപ്പൂക്കുറ്റി. താങ്ക് യു സാർ. All the best. Thank you. പാട്ടിന്റെ വർണ്ണ വിരുന്നൊരുക്കാൻ നമ്മുടെ സ്വന്തം ദ്രൗപദി കുട്ടി എത്തുന്നു. വെൽക്കം ദ്രൗപദി ഓൺ സ്റ്റേജ്. ദ്രൗപദി 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 ദ്രൗപദി. മോളെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. താങ്ക് യു സാർ. അണ്ണാച്ചി പറഞ്ഞതിനെക്കാട്ടി ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. എല്ലാരെക്കാട്ടും സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു. മൃദുല പറഞ്ഞതിനെക്കാട്ടി സൂപ്പർ ആയിട്ടുണ്ട്. സാറ് പറഞ്ഞതിനെക്കാട്ടും സൂപ്പർ ആയിട്ടുണ്ട്. എന്താ പിന്നെ പാടല്ലേ അണ്ണാച്ചി? ഇതിനിടയിൽ ഒരു വലിയ പ്രശ്നം, ഇവിടെ വലിയ തർക്കം എന്തുണ്ട് രണ്ടുപേരും ഇരുന്ന്. ഈ തേക്കുട്ടനും ഇവരും കൂടെ മീനാക്ഷിക്ക് പേരിട്ട് സാറേ, മീനാക്ഷിക്ക് പേരിട്ട് സാറേ. അപ്പൊ ഞാൻ ചോദിച്ചു എന്തോ പേരാടേന്ന് ചോദിച്ചു. നേരത്തെ സാറ് പറഞ്ഞില്ലേ ആനപ്പിണ്ടം ഇതുപോലെ മീനൂട്ടി എവിടെ കണ്ടാലും ആനപ്പിണ്ടം ചവിട്ടും, അതിന്റെ മേളിൽ കയറി ഇരിക്കും, കിടക്കും. അപ്പൊ അതുകൊണ്ട് ആന മാറ്റിയിട്ട് ബാക്കി പറഞ്ഞുള്ളത് പിണ്ട മീനാക്ഷി എന്ന് പറഞ്ഞുള്ളത്. അവന്മാർക്കോ വിവരമില്ലാത്തവന്മാരാ. സപ്പോർട്ട് ചെയ്യരുത്. ഓക്കെ, അത് ഇവിടം കൊണ്ട് മറക്കാം നമുക്ക്. അതെ, താങ്ക് യു സാർ. മക്കളെ ചക്കരെ, എന്തോ സാർ? ഏത് പാട്ടാ മക്കളെ പാടുന്നേ? മൗനസരോവരം. അപ്പൊ മോളിത് വെച്ച് കലക്കും എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഓക്കേ സാർ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ്. മോള് പാടുമ്പോഴേ
പല്ലവിയും അനുപല്ലവിയും കഴിഞ്ഞ് ചരണമാകുമ്പോൾ ഡൗൺ ആവരുത്. സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഗ്രാഫ് ഇങ്ങനെ പതുക്കെ ക്ഷീണിച്ച് വരും. ഇത് നേരെ തിരിച്ചാക്കണം. പല്ലവി അങ്ങ് ക്ഷീണിച്ചോ. പല്ലവി ക്ഷീണിച്ചിട്ട് മേലോട്ട് അങ്ങോട്ട് കയറി. അങ്ങനെ തിരിച്ച് ചിന്തിച്ചാൽ മതി. അപ്പൊ ഈ പാട്ട് തീരുന്നവരെ ഒരേ പവറായിട്ട് പാടുക. ഓക്കെ ഓക്കെ സർ. താങ്ക് യു.
ദ്രൗപു, എന്തോ സാർ? മോള് നന്നായിട്ട് പാടി, പഠിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ പഠിച്ചത് മുഴുവൻ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചോ എന്നുള്ളൊരു കാര്യത്തിൽ മാത്രമേ ഒരു ഇത്തിരി സംശയമുള്ളൂ. കാരണം ആദ്യത്തെ ഹമ്മിങ് തന്നെ എൻ്റെ ഒരു ഉദാഹരണമാണ്. ആ ഹമ്മിങ്ങിൻ്റെ അറ്റത്തൊക്കെ ഒരു കുനിപ്പുകളൊക്കെ ഉണ്ട്, ചെറിയ സംഗതികളുണ്ട്, അതിൻ്റെ ലാൻഡിങ് നോട്ട്സ് ഉണ്ട്. അതൊക്കെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് വന്നില്ല. ആ ഹമ്മിങ്ങിൽ ലാസ്റ്റ് പോർഷനില്ലേ, അതതിൻ്റെ കാതലായിട്ടുള്ളൊരു ഭാഗമാണ്. അതൊന്ന് പാടാമോ? അതാണ് ഇതാ മോളെ, ഇവിടെ തന്നെ മോളെ ശ്രദ്ധിച്ചോ. ആ ഗ്ലൈഡ് ഇങ്ങനെ മനസ്സിലായോ? സസ്റ്റെയിൻ. പിന്നെ അടുത്ത് ആ ഒരു ഹിന്ദുസ്ഥാനി ഒരു പഞ്ചമത്തിലും മധ്യമത്തിലും ഒക്കെ ചേരണം. പിന്നെ അടുത്തത് നൈസ്. ഓക്കെ, ഇതിനകത്ത് കറക്റ്റാണ്. കുറച്ചുകൂടെ ഒന്ന് റിഫൈൻ ചെയ്യാനുണ്ട്. അതുപോലെയാണ് പല സ്ഥലങ്ങളിലും മോക്ക് വന്നിരിക്കുന്നത്. പാട്ട് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇപ്പം പാടിയത് ഒന്നുകൂടെ റിഫൈൻഡ് ആയിട്ട് വന്നിരുന്നെങ്കിൽ കൃത്യമായിരുന്നേനെ. അപ്പോൾ അതുപോലെ തന്നെ ജനനി പാടിയത് കറക്റ്റാണ്. ബട്ട് ഇറ്റ് ക്യാൻ ബി റിഫൈൻഡ്. തെറ്റേ ഇല്ല, ബട്ട് ഇറ്റ് ക്യാൻ ബി റിഫൈൻഡ്. ആ സംഗതിയിൽ ഇങ്ങനെ മണി പോലെ ഇങ്ങനെ വന്നിങ്ങനെ വീഴണം. അതാണ് എപ്പോഴും എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യം. അതാണ് കാരണം ഈ പാട്ട് എത്രയോ ജനകോടികൾ കേട്ട് മനസ്സിലുള്ളതാണ്. അപ്പോൾ അവർ ആ സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങൾ നോക്കിയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഇൻകൺസിസ്റ്റൻസി വന്നിട്ടുണ്ട് ഇതിനകത്ത്. ടോട്ടലി സ്റ്റഡി ആവണം. ഞാൻ അതാ തുടക്കത്തിലേ പറഞ്ഞു. അത് ഒരു പാട്ട് പാടുമ്പോൾ തെറ്റാണെങ്കിൽ തെറ്റട്ടെ, പക്ഷേ എങ്കിലും പാടുന്ന നല്ല പവർഫുള്ളായിട്ട് സ്റ്റഡി ആയിട്ട് പാടുക. ഓക്കെ സർ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. മോളെ ദ്രൗപദി, എന്തോ സർ? ഇപ്പം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു ആലാപ്പിൽ മൂന്നാമത്തെ ഫ്രേസിൽ ആ ഒരു ഒടിഞ്ഞ സംഗതി മോള് പാടിയിട്ട് വന്നില്ല. ഇപ്പം പാടിയപ്പോൾ അത് കൃത്യമായി. എങ്കിലും ആ ലാസ്റ്റ് നിർത്തുന്നത് കുറേയും കൂടെ ശരിയാവണം മോളെ. അതിനൊരു കൃത്യതയില്ല. കാര്യം സംഗതികൾക്ക് യാതൊരു കുറവില്ലാത്തൊരു പാട്ടാണ്. മൊത്തം ജോൺ ചേട്ടൻ ഇത് പാടിക്കോ എന്ന് പറഞ്ഞ് പാടിച്ചേക്കാണ്. അപ്പം മക്കള് നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. പല ഏരിയകളും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതിൽ പല ഏരിയകളും കുറച്ചും കൂടെ നന്നാകാമായിരുന്നല്ലോ എന്ന് തോന്നി. അത് ദ്രൗപദി ആയതുകൊണ്ട്. ഇതിപ്പോൾ മീനാക്ഷി കുഞ്ഞാ പാടുന്ന ഞങ്ങളൊന്നും മിണ്ടത്തില്ല. മക്കളെ നന്നായിരുന്നടാ ചക്കരെ എന്ന് പറഞ്ഞ് കൊടുത്തേ പാടിക്കോട്ടെ. മീനൂട്ടി നന്നായിട്ട് അഭിനയിക്കും. ചേച്ചി മീനൂട്ടി പാടി കേട്ടിട്ടില്ലല്ലോ മൃദുല? ഇല്ല മോളെ, ഒരു പല്ലവി പാടാ അവിടെ. അല്ല, അണ്ണാച്ചി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ട് മീനൂട്ടിയുടെ ഒരു സംഗീത എന്റെ ദൈവമേ. ഇല്ല ചേച്ചി, എനിക്ക് സത്യമായിട്ടും കാക്കയൊക്കെ പോലും പാടാൻ അറിയത്തില്ല. അല്ല, നമ്മൾ അത് ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ ബോറാണോ? ഇനി കാക്ക വേണ്ട. അതറിയണമെങ്കിൽ അത് വരുന്നൊക്കെ രസം വേണ്ടേ മോളെ? അത് പാടുന്നതിന് ഒരു കഴിവാണ്. അതെനിക്കില്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി കാക്ക വേണ്ട. ആനപ്പിണ്ടം കണ്ടല്ലോ, അത് മതി. ഒന്നും വേണ്ട, ഞാൻ പാടുന്നില്ല. പറഞ്ഞോ, ബാക്കി പറഞ്ഞോ. ഞാനാ പറയുന്നെങ്കിൽ പാടുന്നെങ്കിൽ ശരത്തങ്ങളൊന്നും പറയത്തില്ലായിരുന്നു. മക്കളെ, അപ്പൊ അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ സുപ്രധാനമായിട്ട് പറയേണ്ടത് മോള് പാടുമ്പോൾ കുറേയും കൂടി ഇപ്പോൾ ആ സംഗതി ആണെങ്കിലും ലാസ്റ്റ് പാടുന്ന ചരണത്തിൻ്റെയും അനുപല്ലയുടെ എൻഡിൽ വരുന്ന അതും നന്നായിട്ടുണ്ട്. പക്ഷെ അതിന് കുറച്ചും കൂടെ ഒരു അതാ കേട്ടോ എന്ന് പറയുന്ന ഒരു വികാരം വേണം. മോക്കൊരു പേടി, ഇത് വരുമോ, തെന്നി പോകുമോ ദൈവമേ, അങ്ങനൊരു പ്രാർത്ഥന അതിൻ്റെ ഇടയ്ക്ക് എവിടെയോ എനിക്ക് കേട്ടായിരുന്നു. മീനാക്ഷി പറഞ്ഞു ചരണം അതാ ചരത്തങ്ങളെ പ്രാർത്ഥിച്ച് പിന്നെ ആ സംഗതി കറക്റ്റായിട്ട് വരുമോന്ന്. എന്നോടെന്തെങ്കിലും ഒന്നുമില്ല മക്കളെ, ഐ ലവ് യു മുത്തേ, നീ എൻ്റെ ചക്കരയല്ലേ മുത്തേ ചക്കരെ. അപ്പോൾ നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് മോളെ. അതിൻ്റെ കൂടെ ഒരു അഡീഷനാണ് മോള് ഞാൻ പറയുന്നത്. മോളെന്ന് സോറി. ഓക്കെ സർ, താങ്ക് യു. ദ്രൗപദി കുട്ട, എന്തോ? ദ്രൗപദി കുട്ടൻ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ വലിയ എക്സ്പെക്റ്റേഷനാ. കലക്കി പാടാൻ പോവാണ് എന്നുള്ളൊരു ഇതാണ്.
നമുക്ക് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് വന്നൊരു ഇതുണ്ട്. മോൾക്ക് ഇന്ന് ഈ പാട്ട് എടുത്തുകൊണ്ട് വന്നുകൊണ്ടാണോ എന്നറിയില്ല, എന്തോ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മെയിൻലി തോന്നിയത് സ്ലിപ്സ്, ടെൻഷൻ കൊണ്ട് വന്നിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ അവിടെ സ്ലിപ്സ് വന്നിട്ടുണ്ട്. പിന്നെ സംഗതികളൊക്കെ ഒന്ന് വീക്കായ പോലെ, കുറച്ചും കൂടെ ഒരു സെമി ക്ലാസിക്കൽ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റിയൊരു സോങ് അല്ലേ. അപ്പോൾ അത് കുറച്ചുകൂടെ ഒരു സംഗതിയായിട്ട് തന്നെ പാടേണ്ട സംഗതീസ് ഉണ്ട്. കുറച്ചുകൂടെ ക്രിസ്പ് ആക്കാമായിരുന്നു എന്ന് തോന്നി പല സംഗതികളും. ദ്രൗപദി കൂട്ടിന് പറ്റുന്നുള്ളതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം കുറച്ചുകൂടെ ഒന്ന് ഫോക്കസ്ഡ് ആയി ടെൻഷനൊക്കെ മാറ്റി വെച്ച് ഉഗ്രനായിട്ട് പാടണം. ഉറപ്പല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ ദ്രൗപു, എന്തോ സാർ? ഇന്ന് ഇത്തിരി കുറവാണ് മാർക്ക്. അടുത്ത പ്രാവശ്യം നമുക്ക് വാശിയോടെ വീറോടെ നമുക്ക് മുന്നേറണം. ഓക്കെ, സോ വി ആർ ഗിവിംഗ് യു 97 out of 100. താങ്ക് യു സാർ. ആടി ഒരു ദ്രൗപു പൂക്കുറ്റി. താങ്ക് യു സാർ. കുട്ടി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പട്ടാമ്പിയുടെ പ്രിയപ്പെട്ട വാനമ്പാടി നമ്മുടെ സ്വന്തം കൃഷ്ണക്കുട്ടി. വെൽക്കം കൃഷ്ണ ഓൺ സ്റ്റേജ്. ഇതാരാ? കൃഷ്ണ, എങ്ങോട്ട് പോവാ? എങ്ങോട്ടും പോകുന്നില്ല, പാട്ട് പാടാൻ. പാട്ടുപാടാൻ വന്നാണ്. പോണ പോക്ക് കണ്ടിട്ട് എങ്ങാണ്ടൊരു ആളുടെ ധൃതി പോവാൻ തോന്നുന്നു. ഈ വേഷമൊക്കെ ഇട്ടിട്ട് കൊള്ളാം കേട്ടോ. താങ്ക് യു. നന്നായിട്ടുണ്ട് മക്കളെ. നന്നായിട്ട് suit ആവുന്നുണ്ട്. രാമായണ കാറ്റേ പറഞ്ഞ ഓ ഓ, അതാണിത്. MG സാറും ചിത്ര ചേച്ചിയും പാടിയ പാട്ടാണല്ലോ. അതെ, അപ്പൊ അതെങ്ങനെ സോളോ ആയിട്ട് പാടാൻ പോകണോ? ഡാൻസേഴ്സ് ഉണ്ട്. അവര് പാടിക്കോളൂ. അവര് പാടിക്കുള്ളൂ. അല്ല, ഞാൻ പാടും, ഡാൻസേഴ്സ്. MG അങ്ങനെ ഈ മൃദു ചേച്ചിയുടെ സാരിയും ഇതും തമ്മിൽ ഒരു നമ്മൾ മാച്ച് ആണല്ലോ. ഞാൻ ആക്ച്വലി ഇങ്ങനെ ഇടണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ അത് അത് ആദ്യം ചെയ്ത് നോക്കിയാ പരമ ബോറായിരുന്നു. കുറച്ചുകൂടെ ലെങ്ത് വേണമായിരുന്നു സാരിക്ക്. അപ്പൊ കൊള്ളാം, അട്ടിച്ച് പൊളിച്ച് പാടണം കേട്ടോ. ഇതിനൊരു താളമുണ്ട്, മനസ്സിലായല്ലോ. ആ താളത്തിനകത്ത് നല്ല ക്രിസ്പി ആയിട്ട് പാടണം. എങ്ങനെ ക്രിസ്പി? ക്രിസ്പി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അങ്ങനെ അടിച്ചടിച്ച്. ഓക്കെ മോളെ. രവീന്ദ്രൻ മാഷ്, കൈതപ്രം, പിന്നീട് ഞാനും ചിത്രയും. ഇന്നലെ അണ്ണാച്ചി പ്രിയനെ കണ്ടായിരുന്നു. അതെ, ഇതിന്റെ ഡയറക്ടർ പ്രിയദർശനാണ്. എയർപോർട്ടിൽ ഇരുന്നപ്പോ അണ്ണാച്ചി എന്റെ മുമ്പില്. അപ്പൊ ഞാൻ പോയി നേരിട്ട് കണ്ട് ഞങ്ങൾ പറയാം. അപ്പൊ ഞാൻ MG പറ്റി പറഞ്ഞു പ്രിയൻ അണ്ണാച്ചിയുടെ അടുത്ത്. അണ്ണാച്ചിയുടെ പേര് കേട്ട് വയ്യാന്ന്. എന്ത് കാര്യം പറഞ്ഞാലും MG ഞാനും പ്രിയനും കൂടെ എന്ന് പറഞ്ഞു. ഭയങ്കര ചിരിയായിരുന്നു. നമ്മുടെ മോഹൻലാൽ ഈ പാട്ടിലങ്ങ് ജീവിച്ചിരിക്കുക. ഓക്കെ, മാത്രമല്ല അതിനകത്ത് ആ പൊട്ടൊക്കെ തൊട്ടിട്ട് അഭിമന്യു എന്നുള്ള ചിത്രത്തില് എന്തൊരു ഗ്രേസ് ആണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു സാർ. താങ്ക് യു ചേച്ചി.
അണ്ണൻ പേടിച്ചു പോയി. ഞാൻ വിചാരിച്ചു ആരോ കൈ നീട്ടി നിൽക്കുന്നു. നന്നായിരുന്നു കേട്ടോ മോളെ. താങ്ക് യു സാർ. ഡാൻസസ്. ഇവിടെ MG അങ്കിൾ കൂടെ വന്ന് പാടിയപ്പോൾ മക്കൾക്ക് എന്ത് തോന്നി? സന്തോഷായി. ആണ്, സത്യമാണോ ഈ പറയുന്നത്? അപ്പം ഞങ്ങൾ പാതി മാർക്ക് MG അണ്ണന് കൊടുക്കേണ്ടി വരത്തില്ലേ? കാരണം അണ്ണനൊക്കെ കൂടെ വന്നപ്പോഴത്തേക്ക് എൻ്റെ അങ്ങ് നന്നായി, നല്ല രസമായിരുന്നു. അല്ല, അത് അങ്ങനെ ഒരു കൺഫ്യൂഷൻ നമുക്ക് സ്വാഭാവികമായി സംഭവിക്കില്ലേ? അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? എന്തിനാ അണ്ണനെ അങ്ങോട്ട് പിടിച്ച് വരുത്തിയത്? ഞാൻ പറഞ്ഞില്ലല്ലോ. മോളെ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. പക്ഷെ കുറച്ചും കൂടെ നന്നാകാം എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇപ്പൊ സംഗതികളാണെങ്കിലും പാടുന്നതിന്റെ ഒരു സുഖം, വെറും കുറേ സംഗതി വലിച്ചു വാരി പാട്ട് കാര്യമൊന്നുമില്ല. അത് പാടുന്നതിനൊരു സുഖം. ഇപ്പം നമ്മളീ പാട്ട് കേൾക്കുമ്പോൾ ഈ സംഗതികൾ കേൾക്കുമ്പോൾ കൊള്ളാം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതിനൊരു സുഖമുള്ളതുകൊണ്ടാണ് അല്ലേ? അപ്പം മോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാമെന്ന് തോന്നി. ഇവിടെ എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പം അത് മാത്രം ഒന്ന് കറക്റ്റ് ചെയ്താൽ കിടക്കാച്ചിയാവും കേട്ടോ. MG കൂടെ പാടിയില്ലേ? ഇനി എവിടെങ്കിലും ഇപ്പം എല്ലാ സ്ഥലത്തും പറയാമല്ലോ. ഇനി ഉദ്ഘാടനത്തിനൊക്കെ വിളിക്കുമ്പോൾ MG അങ്കിളിന്റെ കൂടെ പാടിയ കുട്ടി കൃഷ്ണ. റേറ്റ് ലേശം കൂടുതലാണ്, കിട്ടത്തില്ല. MG അങ്കിളിന്റെ അടുത്ത് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കൂടെ റേറ്റ് കൂടുതൽ മേടിക്കാം കേട്ടോ മക്കളെ. അവളല്ലാതെ വിശ്വസിച്ചല്ല. ഇല്ലടാ, അങ്ങനെയൊക്കെ ചിലപ്പോൾ പറഞ്ഞു കളയും മക്കളെ. അങ്ങനെ കയറി പറയരുത് കേട്ടോ. എന്തൊക്കെയല്ലേ മക്കളെ, നല്ല ഡാൻസേഴ്സ് എല്ലാം കൂടെ വന്നപ്പോൾ നല്ലൊരു കുമ്മുണ്ടായിരുന്നു. മോള് കുറച്ചും കൂടെ നീ ഒരു ഉഗ്രം പാട്ടുകാരി, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ടൊരു തൃപ്തി, കുറച്ച് കുറഞ്ഞ തൃപ്തി കിട്ടാത്തത്. അത്രേ ഉള്ളൂ കേട്ടോ. അവള് നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു. കൃഷ്ണക്കുട്ടി, എന്താ ചേച്ചി? നല്ല ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ പറഞ്ഞ മാതിരി എന്തോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു മോള് പാടിയ സമയത്ത്. ചെറിയൊരു ഇതൊരു പെപ്പി നമ്പർ ആണെങ്കിലും അങ്ങനെ കുറച്ച് ഈസി ആയിട്ട് അങ്ങനെ പാടാൻ പറ്റിയൊരു പാട്ടല്ല. കുറച്ച് പ്ലാൻസും ഒക്കെ ഉള്ളതാണ്. പിന്നെ ഹയർ നോട്ട്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പാടാൻ. അപ്പോൾ അതിൻ്റെ ടെൻഷനായിരുന്നോ? പിന്നെ ഇടയിലുള്ള മൂവ്മെന്റ്സ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. നല്ല ഗ്രേസ്ഫുൾ ആയിരുന്നു ഡാൻസ് ഒക്കെ. പിന്നെ ഡാൻസേഴ്സും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു അല്ലേ? പിന്നെ ഈ പറഞ്ഞ മാതിരി ചെറിയ പിച്ചിങ് ഇഷ്യൂസ് ചെറുതായിട്ട് ഇങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ശരത് സാറ് പറഞ്ഞ മാതിരി തന്നെ സംഗതികൾ പാടുന്നുണ്ട്. പക്ഷെ അതൊന്നുകൂടെ ആ നോട്ട്സ് ഒന്നും കൂടെ ക്രിസ്പ് ആക്കാമായിരുന്നു എന്ന് തോന്നി. കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയേനെ. പക്ഷെ ഓവറോൾ നല്ലൊരു പെർഫോമൻസ് ആണ്. ഒരു സ്റ്റേജിൽ ഇപ്പം ഒരു ഗാനമേളയ്ക്കൊക്കെ ഇങ്ങനെ വന്ന് നിന്ന് പാടിയത് പോലെ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നല്ലൊരു ഉഗ്രൻ പെർഫോമൻസ് തന്നെയാണ്. നമ്മളൊക്കെ എൻജോയ് ചെയ്ത് ഇവിടെ ഞാനൊക്കെ ഇങ്ങനെ എനിക്കൊക്കെ ഡാൻസ് ചെയ്യാനൊക്കെ ഇങ്ങനെ തോന്നി. അപ്പൊ അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. കൃഷ്ണു, എന്താ സാർ? ഞാൻ വന്ന് പാടി, അതൊക്കെ ശരി തന്നെ, എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അതായത് ആ ഒരു ദങ്കിട്ട തക്കട്ട തക്കട്ട ദങ്കിട്ട ദങ്കിട്ട തക്കട്ട തക്കട്ട തക്കിട്ട ദങ്, അതിനകത്ത് അങ്ങോട്ട് വീഴണം. അപ്പോഴാണ് അതിനകത്ത് നമുക്ക് എന്താ പറയുന്നത്, ഈ ആൾക്കാർക്ക് ഒന്നുകൂടെ തുള്ളാൻ തോന്നുന്നത്. മനസ്സിലായോ? അതിനു വേണ്ടിയിട്ടാണല്ലോ ഈ പാട്ട് അദ്ദേഹം അങ്ങനെ കമ്പോസ് ചെയ്ത്. പിന്നെ അതുപോലെ ലാൻഡിങ് നോട്ട്സ്, ആ സംഗതി ക്രിസ്പായിട്ട് വരണം. പാടിയത് കാറ്റേ കാറ്റായി പോണു, കാറ്റേ കാറ്റേ എപ്പോഴും അവിടെ സ്റ്റെഡിയായിട്ട് നിൽക്കട്ടെ, അങ്ങനെ ഗ്രൂവിൽ തന്നെ നിൽക്കണം. മോള് കുറെ സ്ഥലങ്ങൾ നന്നായിട്ട് പാടി. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ സംഗതികളൊക്കെ കൃത്യമായിട്ട് അങ്ങ് വരണം. ആ പല്ലവി ഒന്ന് പാടിക്ക്. അവിടെ രാമായണ മക, ആ നോട്ട് ക്ലിയർ ആവട്ടെ. അവിടെ സംഗതിയുണ്ട്. അടുത്തത് കാറ്റേ തങ്കനൂൽ നെയ്യുമീ സന്ധ്യയിൽ, സന്ധ്യ കുങ്കുമം പെയ്യുമീ വേളയിൽ, രാഖി ബന്ധനങ്ങളിൽ സൗഹൃദം പകർന്നു വരൂ രാമായണക്കാറ്റേ, ഇന്നീലാംബരി കാറ്റേ, രാമായണക്കാറ്റേ, ഇന്നീലാംബരി കാറ്റേ.
കാത്തേ. കൊള്ളാം, അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ആ. മെലഡി ഉണ്ട്, പക്ഷെ നമ്മൾ അടിപൊളിയാണ് ഇതിന്. ആ. അതാണ് ഈ രവീന്ദ്ര മാഷ കുഴപ്പം. പാട്ട് നല്ല അടിപൊളിയായിട്ട് പാടണം, പക്ഷെ അതിനകത്ത് സംഗതിയും മെലഡിയും എല്ലാം കിടപ്പുണ്ട്. അത് തെളിയിക്കുകയും വേണം. ആ. തെളിയിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാടി അതിനെ വെളിയിൽ കേൾപ്പിക്കണം. മോള് നന്നായിട്ട് പാടിയിട്ടുണ്ട്, പക്ഷെ ടോട്ടലി ഡാൻസും എല്ലാം കൂടെ വന്നപ്പോൾ ഒരു ഓളം ഉണ്ടായിരുന്നു. അപ്പൊ എന്നെ സ്റ്റേജിൽ കയറ്റി കൂടെ പാടിച്ചതിന് താങ്ക്സ് കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. സോ വി ആർ ഗിവിംഗ് യു 98 out of 100. താങ്ക് യു സാർ. ആടി ഒരു പട്ടാമ്പി പൂക്കുറ്റി. താങ്ക് യു. കൊഞ്ചി കരയല്ലേ, മിഴികൾ നനയല്ലേ, ഇളമനമുരുകല്ലേ. നീലങ്ങളാണെങ്കിലും ചിറയാണതറിയുന്നു നീ. നോവിൻ മൗനം നിറയുമ്പോഴും നാവിൽ ഗാനം പൊഴിയുന്നല്ലോ. അതു കേൾക്കിയിട നെഞ്ചിലറിയാതെ ഒരു കൊച്ചു നെടുവീർപ്പിലൊരുകുന്നു ഞാനും. ഒരു ഗദ്ഗതം പോലെ അനുഭൂതിയിൽ കൊഴിയുന്ന കുളിരോർമ നീ. ശ്രുതിസാഗരത്തിൻ്റെ ചുഴിയിൽ സ്വയം ചിതറുന്ന സ്വരബിന്ദു നീ. മോഹം മൂടും ഹൃദയാകാശം മോഹം പെയ്യും മഴയല്ലോ നീ. മഴയേറ്റു നനയുന്ന മിഴിവഞ്ചി തുഴയുന്ന ചിറകുള്ള മലരാണെന്നുള്ളം. കൊഞ്ചി കരയല്ലേ, മിഴികൾ നനയല്ലേ, ഇളമനമുരുകല്ലേ. ഏതോ മൗനം എങ്ങോ തേങ്ങും
കഥ നീ അറിയില്ലയോ കൊഞ്ചി കരയല്ലേ മിഴികൾ നനയല്ലേ ഇളമനമുരുകല്ലേ ഇളമനമുരുകല്ലേ ഇളമനമുരുകല്ലേ. വർണ്ണമനോഹരമായ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ ബൈ സീ യു.